നിലപാട് എന്ന് പറയുന്നത് ഇങ്ങനെ തോന്നുമ്പോൾ മാറ്റാനുള്ളതാണ്. എനിക്കൊരു സംശയം. എന്തായാലും നമ്മുടെ MV ഗോവിന്ദൻ മാഷേ പുള്ളിയുടെ കുറച്ച് നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും പ്രേക്ഷകരെ എത്തിക്കാം. നിലപാട് മാറ്റുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന രാഷ്ട്രീയ മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ്. എൻ്റെ ദൈവമേ, പലതവണ ഇത് കേട്ട് മടുത്ത്. ഇങ്ങനെ കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ പറയാതെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് പറയും മാഷേ. അത് അങ്ങ് നോക്കിക്കോണം. നിലപാട് മാറ്റുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന രാഷ്ട്രീയ മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ്. പുള്ളി പറയുന്നത് തോന്നുമ്പോൾ ഈ രാഷ്ട്രീയത്തിലെ ഈ ശീതകാലം, ശൈത്യകാലം, ഈ വേനൽക്കാലമൊക്കെ വരുമല്ലോ, അതിനനുസരിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ നിലപാടുകളൊക്കെ ഇങ്ങനെ മാറ്റും. ഇതാണ് പറഞ്ഞു വന്നത്. പിന്നെ ഇപ്പോൾ അടിയന്തരാവസ്ഥ വരുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ ഞങ്ങൾ നിലപാട് മാറ്റും. അപ്പോൾ വീണ്ടും ഞങ്ങൾ നിലപാട് മാറ്റും. അടിയന്തരാവസ്ഥ മുൻപ് വന്നില്ലേ, അപ്പോൾ നിലപാട് മാറ്റിയില്ലേ? നിലപാടൊന്നും മാറ്റില്ല. ഒറ്റ നിലപാടാണെന്ന് ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല ഒറ്റ നിലപാടാണെന്ന്. എൻ്റെ ഈശ്വര, ഈ മാഷിനെയും കൊണ്ട് തോറ്റ്. മാഷ് ഒന്നേയും ശുദ്ധ മലയാളത്തിൽ അങ്ങ് പറയാം. പഴയ ആ കമ്മ്യൂണിസ്റ്റ് എന്തായാലും നിങ്ങളുടെ നിലപാടുകൾ മാറിയിരിക്കുവാണല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ എന്തിനാ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പല ആശയങ്ങൾ, ഈ കുറേ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ, നിങ്ങളുടെ നിലപാടുകൾ മാറ്റുന്നേ. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ജനങ്ങളോട് പറ. ഇപ്പോഴത്തെ പിള്ളേർക്ക് വരെ മനസ്സിലാവും. നിങ്ങളിങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത ഭാഷ എടുത്ത് ഇത് തന്നെ ഇരുന്ന് ആലോചിച്ച് ചിന്തിക്കണോ 1 മണിക്കൂർ വരെ നിങ്ങൾ എന്താ പറഞ്ഞതെന്നുള്ളത്. ഇപ്പോഴത്തെ ഇങ്ങനെ ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ MA ബേബി ഉൾപ്പെടെയുള്ള പല സഖാക്കന്മാരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളി അങ്ങ് വിടും. കാരണം ഈ പറയാൻ പറ്റാത്ത അവസരങ്ങൾ ഇങ്ങനെ വളച്ച് തിരിച്ച് സാഹിത്യവും ഇവരുടെ കുറേ ഈ ഭാഷകളും കൂടെ കൂട്ടിക്കലർത്തി ഈ വരുന്ന മാധ്യമപ്രവർത്തകർക്കും ഈ വരുന്ന ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ പണ്ടേ ഉള്ള സ്വഭാവമാണ്. ഇങ്ങനെ പറയും. പക്ഷെ അന്നൊക്കെയുള്ള ആൾക്കാർ കൊള്ളാലോ സംഗതി, എന്തോ ഭയങ്കര കാര്യമായിട്ടാണല്ലോ പറഞ്ഞു വെച്ചേക്കുന്നത്, എന്തോ വലിയ ആളാണ് എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ചെറിയ കുട്ടികൾ പോലും ഇതെടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് ട്രോളി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നേരത്തെയൊക്കെ EK നായനാർ, നമുക്കറിയാം അങ്ങനെയുള്ള VS, അതുപോലെ ഉള്ള മുൻനിരയിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബഹുമാനമാണ്. അവരൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് അറിയാണ്ട് എഴുന്നേറ്റ് പോകും. അവരുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിരിക്കാൻ നമുക്ക് നല്ല ഇതാണ്. ഇത്തരത്തിലുള്ള ഇപ്പോൾ EK നായനാർക്ക് എന്ന് പറയുന്നത് വളരെ സരസമായ ഭാഷയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പ്രസംഗിക്കുക. ഉമ്മൻചാണ്ടി എന്ത് ഭംഗിയായിട്ടാണ് നമുക്കൊക്കെ മനസ്സിലാവുന്ന സാധാരണ ഭാഷയിൽ പ്രസംഗിക്കുക. അവരെന്താണ് അത് വ്യക്തമാക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് EK നായനാർ എന്ന് പറയുന്നത്. EMS ഇതൊക്കെ എന്ന് വെച്ചാൽ അവരെയൊക്കെ കണ്ടു പഠിക്കണം. അന്നൊക്കെ അവരെ പറ്റി ഇതുപോലെ ട്രോളുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന അത് കോൺഗ്രസിനെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഒന്നും ഒരു ട്രോളുകൾ വരത്തില്ല. അവരെയൊക്കെ നമ്മളൊക്കെ നേതാക്കൾ, മന്ത്രി, മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ വിമർശിക്കത്തില്ല. അവർ പറയുന്നത് കേട്ടിരിക്കുക. അവർ പക്ഷേ അന്ന് ഈ സോഷ്യൽ മീഡിയയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാനലുകളുടെയോ ഒന്നും വലിയ പ്രഭാവമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ കാലം മാറുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ സാമൂഹ്യ പരിസ്ഥിതിയൊക്കെ മാറുമ്പോൾ നിലപാട് മാറ്റുന്നത് പോലെ കാലം മാറിയതുകൂടി ഗോവിന്ദൻ മാഷ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇപ്പം നിങ്ങൾക്കൊന്നും പറയാനില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്ന 8 നില പൊട്ടുമെന്നുള്ള അറിയാം. നിങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവിടെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അതാണ് ഇപ്പം നടക്കുന്നത്. ആദ്യത്തെ പിണറായി വിജയൻ്റെ ഒരു ഭരണം വന്നപ്പോൾ, ആദ്യ ഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഞാനൊക്കെ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ ആദ്യത്തെ 1-2 വർഷമൊക്കെ അങ്ങോട്ട് പോയെങ്കിലും പിന്നീട് സത്യം പറഞ്ഞ പിന്നെ ഒരു കോവിഡ് വന്നപ്പോൾ മനുഷ്യനൊന്നും അറിയാണ്ട് അങ്ങ് കുത്തിയിരുന്ന ഒരു സന്ദർഭം. അതാണ് രണ്ടാമത് അവർ വീണ്ടും മുതലാക്കിയത്. രണ്ടാമത്തെ ഒരു ഭരണം എൻ്റെ ദൈവമേ, മനുഷ്യർക്ക് പോലും എന്താ പറയുക, ഒരാൾക്ക് പോലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ധാർഷ്ട്യം, ഇവരുടെയൊക്കെ കുറേ സംസാരങ്ങളും ഒക്കെയുള്ള കടിച്ചാൽ പൊട്ടാത്ത കുറേ വാക്കുകൾ, ഇതെല്ലാം കൂടെ കേട്ട് മനുഷ്യൻ മടുത്ത്. ഇപ്പം അതെല്ലാം കൂടെ നമ്മുടെ യൂത്തന്മാരെല്ലാം കൂടെ എടുത്ത് അങ്ങ് ട്രോളാക്കി സോഷ്യൽ. ഇതൊക്കെ ഇപ്പം സത്യം പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പ്, ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ കാണാൻ. ഇപ്പോൾ വേറെ കോമഡി സ്റ്റാർ സിംഗറൊന്നും കാണണ്ട, ഇത് മതി. ഇപ്പം ഇവരുടെ പ്രത്യേകിച്ച് നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ ട്രോളുകളാണ് കൂടുതലും വരുന്നത്. നല്ല രസമാണ്, നല്ല ക്രിയേറ്റീവായിട്ടാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ നിലപാടിനെ പറ്റി പറയുമ്പോൾ നിങ്ങളിങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ UDF മറ്റേ ഇത് കൊണ്ടുവന്നു, അവർ മതവർഗീയ പാർട്ടികളുമായിട്ട് കൂടിച്ചേർന്ന് ഇപ്പം സംസ്ഥാനത്തെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതേ ജമാഅത്തെ ഇസ്ലാമിയായിട്ടല്ലേ കൂട്ടുകൂടി. അന്ന് നിങ്ങളുടെ നിലപാട് ഇങ്ങനെയായിരുന്നു, ഇന്ന് നിങ്ങളുടെ നിലപാട് ഇങ്ങനെ.
അന്ന് PDP ആയിട്ടുള്ള നിലപാട് അങ്ങനെയായിരുന്നു, ഇന്ന് PDP ആയിട്ടുള്ള നിലപാട്. നിങ്ങളിങ്ങനെ തോന്നുമ്പോൾ മാറ്റുന്നതാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു ആശയമാണ്. അത് വല്ലപ്പോഴൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നു. ഒരു കാര്യം പറയുമ്പോൾ ഈ നിലപാട് ഓരോ കാര്യങ്ങൾക്കും ഓരോ വ്യക്തമായിട്ടും വ്യക്തതയോടും കൂടി നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ ആശയം ഇന്നതാണ്, അതിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കില്ല, ആ നിലപാടിലാണ് പോകേണ്ടത്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വിജയം വരുന്നത്. അത് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഗോവിന്ദ മാഷിന് മാറ്റാനുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള വേർപിരികളും ഈ പറഞ്ഞ പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടായി തുടങ്ങിയത് എന്ന് തോന്നുന്നു. കാരണം CPM ആയിട്ടൊക്കെ ഇപ്പോൾ ഉള്ളിൽ നല്ല പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക, പുറത്തൊന്നും വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നിലമ്പൂരുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതാണ്. പക്ഷേ ഒന്ന് ചിന്തിക്കുക, ഇപ്പോൾ നിലമ്പൂരിലേക്ക് UDFൻ്റെ ഒരു യൂത്തന്മാർ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം, ഷാഫി, പറഞ്ഞോണം കുറേ പേര്, ചാണ്ടി ഉമ്മൻ, കുറേ യൂത്തന്മാർ. ഇപ്പം ഈ UDFൽ ഇനി പറയാൻ മുഖങ്ങളുണ്ടോ? മുരളീധരൻ പറഞ്ഞതുപോലെ ഫേസ് ഉള്ള ആളിനെ പ്രസിഡന്റ് ആക്കാൻ പറഞ്ഞതുപോലെ, പക്ഷേ ഫേസ് ഉള്ളവർ ഇപ്പോൾ UDFൽ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അവരുടെ സംഘടിതമായിട്ടുള്ള ഓരോ ഘട്ടത്തിലുള്ള അവരുടെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങൾ നിങ്ങൾ കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഒരു മനുഷ്യനെ, ഒരു സഖാവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നേതാവിനെ നിങ്ങൾ വളർത്തും. ഏതെങ്കിലും ഒരു യൂത്ത്, ഇപ്പോൾ M സ്വരാജിനെ ഏറ്റവും കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നു. ഒരു പക്ഷേ അയാൾ നാളെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തൊക്കെ ഇരിക്കേണ്ടത് ആ മനുഷ്യനെ കൊണ്ടുവന്ന് നിലമ്പൂരിൽ നിർത്തി നിങ്ങൾ ഇത്രയും പരാജയത്തിലോട്ട് ആ മനുഷ്യനെ കൂപ്പുകുത്തിയത് എന്തായാലും അല്ലാത്ത എത്രയോ വർഷങ്ങളായിട്ട് ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ ഓരോരുത്തരെ വെട്ടിലാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തർ പിടിക്കുമെന്നല്ലാതെ പറഞ്ഞറിയിക്കുന്ന യൂത്ത് ആരാണ്? നിങ്ങൾക്ക് ഒരു JK ഉണ്ട്, JKയുടെ പേരേ ഉള്ളൂ ജയം എന്നുള്ളത്. പക്ഷേ JK എവിടെ നിന്നാലും തോറ്റു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ശൈലജ ടീച്ചർ, ഒരു പക്ഷേ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആ ടീച്ചറിൻ്റെ പേര് പറയും ഒരു പക്ഷേ ജനങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിർത്തുമായിരിക്കും, കാരണം ടീച്ചറിന് അത്രമേൽ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ സ്വാധീനമുണ്ട്. നിങ്ങളുടെ ജയത്തിന് വേണ്ടി ചിലപ്പോൾ ഇനിയിപ്പോൾ അവരെ എവിടെയെങ്കിലും കൊണ്ടു നിർത്തും. അല്ലാതെ നിങ്ങളൊക്കെ എപ്പോഴും, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഈ ഒരു CPMലെ ഒരു ആധിപത്യം, അത് വല്ലാണ്ട് ആ ഒരു പാർട്ടിയെ വല്ലാണ്ട് നടുവൊടിച്ച് എന്ന് തന്നെ പറയാം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുമ്പം കോളേജ് കാലഘട്ടത്തിൽ, സ്കൂൾ കാലഘട്ടത്തിൽ മുതലുള്ള കുട്ടികൾക്ക് ഒരു വല്ലാത്ത ആവേശമാണ്, പാട്ടുകളും ഒക്കെ ഒരു ആവേശം തന്നെ. പക്ഷെ അതൊക്കെ ഇപ്പം മൺമറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞോണം മുതലാളിത്ത വ്യവസ്ഥയ്ക്കും അതേപോലെ തന്നെ മറ്റുള്ളതിനുമൊക്കെ ഈ നാടോടുമ്പോൾ നടുകെ നിങ്ങൾ ഓടുന്നത് നല്ലതാണ്. പക്ഷെ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ നിലപാട് അത് വ്യക്തമായിട്ട് തന്നെ കൊണ്ടുപോകണം. അല്ലാതെ തോന്നുമ്പോൾ മാറ്റാനുള്ളതല്ല ഓരോ വ്യക്തികളുടെ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും നിലപാട്. അതിൽ ഊന്നിയുള്ളതാണ് ഓരോ പ്രസ്ഥാനം. അങ്ങനെ നിലപാട് മാറ്റുവാണെങ്കിൽ നിങ്ങൾ പുതിയ ആശയങ്ങൾ, പുതിയ പുസ്തക രൂപത്തെ നിങ്ങൾ എടുക്കൂ. നിങ്ങളുടെ ആശയങ്ങൾ പഴയ ഇങ്ങനെയല്ല, ഞങ്ങൾ പുതിയ ആശയങ്ങളുമായിട്ട് പുതിയ ഒരു CPM, പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ എടുക്കൂ. ഈ പറയുന്ന നിങ്ങളുടെ ആശയങ്ങളുമായിട്ട് ഇരിക്കുന്ന ചൈന പോലുള്ള മിക്ക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഈ പറഞ്ഞോണം അതവർ എടുത്ത് മടക്കി വെച്ചു. അതുപോലെ തന്നെ നിങ്ങളും എടുക്കും. നിങ്ങളൊരു മുതലാളിത്ത പാർട്ടിയായിട്ട് വരൂ. തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയുന്നത് മാറ്റൂ. നിങ്ങളുടെ നിലപാടുകൾ മാറ്റൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റി നിങ്ങൾ പുതിയ ബുക്ക് എഴുതൂ, പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കൂ. അല്ലാതെ തൊഴിലാളി വർഗത്തിന് വേണ്ടി ഞങ്ങൾ ആ ഒരു നിലപാട് ഊന്നി നിൽക്കുന്ന ഞങ്ങളുടെ ആശയങ്ങൾ കെട്ടിപ്പടുക്കും ഞങ്ങൾ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഈ കുറേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്ന കുറേ അന്തം കമ്മികളെന്ന് തന്നെ പറയാം. ഈ കുറേ വിശ്വാസികളുണ്ട്. അവർക്ക് ഈ പാർട്ടി എന്ന് പറയുന്ന അവർ സ്വന്തം രക്തം കൊടുത്തും ജീവൻ കൊടുത്തും നിലനിർത്തുന്ന പാർട്ടിയിൽ കുറേ അണികൾ, അവർ അവരെയൊക്കെ ചതിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ നേതൃത്വ നിരയെന്നുള്ളത്. എന്തായാലും നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മാറി മറിഞ്ഞുള്ള നിലപാടുകളും മാറി മറിഞ്ഞുള്ള തന്ത്രങ്ങളും കളികളും ഒക്കെ മേയുമ്പോൾ നിങ്ങളെ തന്നെ നാറ്റിക്കുകയാണ്, നാണം കെടുത്തുകയാണ്. കാരണം RSS ആണെങ്കിലും VD സതീശനാണെങ്കിലും ആര് വന്നാലും ഞങ്ങളുടെ ആശയങ്ങളുമായിട്ടൊക്കെ ഒന്ന് യോജിച്ച് വന്നാൽ ഞങ്ങൾ ആരെയും സ്വീകരിക്കും. വോട്ടിന് വേണ്ടി ഞങ്ങൾ ഏത് തീവ്രവാദിയെയും കൂട്ടുപിടിക്കും, ഏതിനെ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുന്ന നിങ്ങളുടെ ഈ നിലപാടുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനത്തിന് തന്നെ തുടക്കമായിരിക്കുകയാണ്.